ഹലോ, ഗുഡ് ഈവനിങ്. അപ്പൊ ഇന്ന് ഒരു ചെറിയ ഈവനിങ് പ്ലാൻ ചെയ്ത് നമ്മൾ വെളിയിൽ പോവാണ്. അപ്പോ ഇത്രയും ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടാണെന്നല്ലേ, നന്നായിട്ട് വെട്ടി വിഴുങ്ങാനാണ്. അപ്പൊ എല്ലാവരും ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വന്നപ്പോ നമുക്ക് സ്ഥിരമായിട്ട് വൈഫുമാരുടെ ഫുഡ് കഴിച്ചും അടുത്ത ഹസ്ബൻഡുമാർക്ക് വെളിയിൽ പോയി നല്ല ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളും വിചാരിച്ചു എന്നാൽ ശരി നമുക്കൊന്ന് റെസ്റ്റ്, നമുക്കും പോയി ഫുഡ് കഴിക്കാം. അങ്ങനെ ഞങ്ങൾ ഇനി ഇവിടുന്ന് ലണ്ടനിലേക്ക് പോയി അവിടെ പോയിട്ട് കേരള ഫുഡ് തപ്പി കണ്ടുപിടിച്ച് കഴിക്കാനാണ് പ്ലാൻ. സോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും അടിപൊളിയായിട്ട് ഒരുങ്ങിയിട്ട് നടന്നു പോകുന്നത്. ഒരുങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും ഓറായിട്ടായിരുന്നു. എന്തായാലും കഷ്ടപ്പെട്ട് ഒരുങ്ങിയതല്ലേ, അപ്പോൾ അങ്ങനെ അങ്ങ് വെറുതെ പോകാൻ പറ്റുമോ? കുറച്ച് പ്രകസനമൊക്കെ ആകാമല്ലേ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവർ വീട്ടിൽ ചെന്നപ്പോഴാണ് അവിടെ ഒരു മെയിൻ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ പോകണമെന്ന് ആർക്കും അറിയില്ല. അതെല്ലാവരും കൂടെ എൻ്റെ തലയിലോട്ടങ്ങ് ഇട്ട് വന്നു. അപ്പം ഞാൻ അതിലിരുന്ന് ആലോചിച്ച് കണ്ടുപിടിക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. യെസ്, ഞാൻ അങ്ങനെ സ്ഥലം കണ്ടുപിടിച്ചു. വേറെ എവിടെയല്ല, ലണ്ടനിൽ തന്നെയാണ്. 10 o'clock കഴിഞ്ഞിട്ട് വളരെ കുറവ് ഓപ്ഷൻസേ ഉള്ളൂ. അപ്റ്റൺ പാർക്കിൽ യെസ് ചായക്കട. ഹൈവ എന്താ ശുഷ്കാന്തി നോക്കിക്കേ. 10th പോലും ഇത്രയും കാര്യമായിട്ട് ഇവരാരും ഇരുന്ന് പഠിച്ചു കാണത്തില്ല. അവരാണ് ഇത്രയും കാര്യമായിട്ട് മെനു വയ്ക്കുന്നത്. ഞങ്ങൾ എന്തായാലും ചായയെന്ന് തുടങ്ങി, പിന്നെ ബീഫും പരമ്പരയും വന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ബിരിയാണി വന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ബീഫ് മന്തി വന്നു. പിന്നെ ഷവായി വന്നു. ഷവായി. പിന്നെ അത് കഴിഞ്ഞിട്ട് മെയിൻ സാധനം കാന്താരി കപ്പയും ബീഫും. ഇത് നല്ല സാധനമായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ ചിക്കൻ പാൽ പൊറോട്ടയും. ഇത്രയും സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഞാൻ തിന്നുന്ന സാധനം കണ്ടില്ലേ, മുളക്. അത് എക്സ്ട്രാ ഒരു ഷവർമ പറഞ്ഞതിൻ്റെ മുളകാണ് ഈ കടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഷവർമയാണ് ഇപ്പോൾ കുത്തിക്കയറ്റുന്നത്, നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഷവർമ വെച്ചിട്ട് ഞങ്ങളെല്ലാവരും ഷെയർ ചെയ്തു. തീറ്റയൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു 1:30 ആയപ്പോൾ ഇറങ്ങി. ഇനിയും കൂടുതൽ നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവരെന്തായാലും അടിച്ചിറക്കുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം ലണ്ടനിൽ ആ തെരുവുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് തിരിച്ച് വീട്ടിൽ പോവാണ്. അടിപൊളി ദിവസമായിരുന്നു. ഫുഡിന് ഫുഡായി, ഡ്രൈവിന് ഡ്രൈവായി, വാക്കിന് വാക്കായി. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയുള്ള വിശേഷം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാവർക്കും ബൈ, ശുഭദിനം.